أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. فلما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. فلما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. فإن لم تأتوني به فلا كيل لكم عندي ولا تقربون. قالوا سنراود عنه أباه وإنا لفاعلون. صدق الله العلي العظيم. അപ്പോൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 58 മുതൽ 61 വരെയുള്ള ആയത്തുകൾ, ഫ്രം വേഴ്സ് നമ്പർ 58 ടു വേഴ്സ് നമ്പർ 61. സാധാരണ നമ്മൾ ഒരു ആയത്ത് രണ്ടായത്തൊക്കെയാണ് നമ്മൾ സാധാരണ എടുക്കാറ്. പക്ഷെ ഇത്തവണ ഇത്രയും 1 2 3 4 ആയത്തുകൾ ഒന്നിച്ചെടുക്കുന്നതിന്റെ ഉദ്ദേശം വെച്ചാൽ ഇതൊരു ഒറ്റ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഈ കഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പീസാണ്. അത് ഒന്നിച്ച് വായിക്കുകയും ഒന്നിച്ച് മനസ്സിലാക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് 58 മുതൽ 61 വരെയുള്ള വേഴ്സസ്. അതുകൊണ്ട് അത് ഒന്നിച്ച് നമ്മൾ പഠിക്കണം. പക്ഷെ സെയിം ടൈം കേട്ടാ, നമ്മൾ മോർ ഓർ ലെസ് 1 hour അതിൽ നമുക്ക് തീർക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു വാക്കർത്ഥം ശരിക്കും നോക്കാം. വജാ ഇഖ്വത്തു യൂസുഫ്. അങ്ങനെ വജാ ആൻഡ് വാ എന്ന് പറഞ്ഞാൽ അവിടെ ആൻഡ് എന്ന് പറയുന്നത്. വജാ ഇഖ്വത്തു യൂസുഫ് ആൻഡ് ദെൻ ദ ബ്രദേഴ്സ് ഓഫ് യൂസുഫ് കെയിം. യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ സഹോദരങ്ങൾ വന്നു. അപ്പൊ ഒരുപാട് സംഗതി വിട്ടിട്ടുണ്ട് അല്ലെ, കുറെ സംഗതികൾ അവിടെ വിട്ടു കളഞ്ഞിട്ടുണ്ട് അല്ലാഹു. അത് നമ്മൾ മനസ്സിലാക്കാം. ഫദഖലു അലൈഹി, അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്നിധാനത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഫഅറഫഹും, അപ്പോൾ അദ്ദേഹത്തിന് അവരെ മനസ്സിലായി. യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്ക് അവരെ മനസ്സിലായി, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവരെ തിരിച്ചറിഞ്ഞു. ഹി റെക്കഗ്നൈസ്ഡ് ദം. വഹും ലഹു മുൻകിറൂൻ, ബട്ട് വഹും ലഹു മുൻകിറൂൻ, അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തീരെ അജ്ഞരായിരുന്നു അവർ. മുൻകിറൂൻ എന്ന് പറഞ്ഞാൽ അവർ തീരെ അജ്ഞരായിരുന്നു. they were completely ignorant. they don't know whom they are dealing with. അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവർ ഇദ്ദേഹത്തെ കുറിച്ച്, യൂസുഫ് അലൈഹി സ്വലാമയെ കുറിച്ച് അജ്ഞരായിരുന്നു. വലമ്മ ജഹസഹും ബിജഹാസിഹിം, അങ്ങനെ അവർ അവരുടെ ഭാണ്ഡങ്ങൾ മുറുക്കിയപ്പോൾ, when they tied their luggages up, when they tied up their baggage of grain, അതാണ് അവരുടെ ധാന്യത്തിന്റെ ചാക്കുകൾ. അതാണ് വലമ്മ ജഹസഹും ബിജഹാസിഹിം, അവരുടെ ധാന്യത്തിന്റെ ചാക്കുകൾ അവർ കെട്ടിയപ്പോൾ, when they tied up their, or when they packed their baggage. ഖാല അത്തൂനി ബിഅഖിൽ ലക്കും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ടാണോ? ഖാല അത്തൂനി, അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അത്തൂനി ബിഅഖിൽ ലക്കും, നിങ്ങളുടെ ആ ഒരു സഹോദരനെ നിങ്ങൾ കൊണ്ടുവരിക. മിൻ അബീക്കും, നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള സഹോദരൻ. ഇറ്റ് മേ സൗണ്ട് സ്ട്രേഞ്ച് അല്ലെ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള ആ സഹോദരനെ നിങ്ങൾ കൊണ്ടുവരിക. നമ്മൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടാ. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, അന്നീ, തീർച്ചയായും ഞാൻ, ഊഫിൽ കൈല, ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അളവ് നൽകുന്നു. ഐ കംപ്ലീറ്റ് യുവർ വെയിറ്റ്. I don't shortchange. Whatever you gave me as money, I give you full in return. അതാണ്, I don't shortchange. നിങ്ങളുടെ തൂക്കത്തിൽ ഞാൻ ഒരു കുറവും വരുത്തുന്നില്ല, പൂർണ്ണമായിട്ടും
നിങ്ങളുടെ തൂക്കം, നിങ്ങൾക്ക് എത്രയാണോ ധാന്യം വേണ്ടത്, നിങ്ങളുടെ മെമ്പേഴ്സിനനുസരിച്ച്, കുടുംബത്തിലെ മെമ്പേഴ്സിനനുസരിച്ച് ഞാൻ ധാന്യം പൂർണ്ണമായിട്ട് നൽകുന്നു നിങ്ങൾ കാണുന്നില്ലേ? വ അന ഖൈറുൽ മുൻസിലീൻ, കൂടാതെ ഞാൻ ഏറ്റവും നല്ല ആതിഥ്യ മര്യാദ ഉള്ളവനായിട്ട്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം വൺ ഓഫ് ദ ബെസ്റ്റ് ഹൂ ഷോസ് ദ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി. നന്നായിട്ട് ആതിഥ്യം അരുളുന്നു. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നു, നിങ്ങൾക്ക് ലഞ്ച് തന്നു, ഡിന്നർ തന്നു, ഇങ്ങനെയുള്ള, അതാണ് ഉദ്ദേശിക്കണം കേട്ടാ. അത്തരം ഏറ്റവും നല്ല ഒരു ആതിഥ്യ മര്യാദ ഉള്ളവനായിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ലേ? മീനിങ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, പക്ഷെ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് സംഗതികളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഫഇല്ലം തഅതൂനി ബിഹി, ഇനി നിങ്ങൾ ഞാൻ നന്നായിട്ട് തൂക്കം നൽകും, നല്ല ആതിഥ്യ മര്യാദയൊക്കെ ഉള്ളവനാണ്, പക്ഷേ ഫഇല്ലം തഅതൂനി ബിഹി, നിങ്ങളെങ്ങാനും അവനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, നൗ ഇഫ് യു ഡിഡ്ന്റ് ബ്രിങ് ഹിം, ഹും ദാറ്റ് ബ്രദർ ഓഫ് യു ഫ്രം യുവർ ഫാദർ, അല്ലെ, നിങ്ങളുടെ ഫാദറിന്റെ ലിനിയേജിലുള്ള ആ ബ്രദറിനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഫലാ കൈലലക്കും ഇന്തി, എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ യാതൊരു ധാന്യവും ഉണ്ടാവുന്നതല്ല. ധാന്യം മീൻസ് കയ്യിൽ എന്ന് പറഞ്ഞാൽ അളവാണ്. ഒരു തരത്തിൽ ഒറ്റ അളവ് പോലും ധാന്യം കിട്ടുന്നില്ല. യു വിൽ നെവർ ഗെറ്റ് എ വെയിറ്റ് ഓഫ് ഗ്രെയിൻ ഫ്രം മൈ സൈഡ്, നത്തിങ് ഫ്രം മൈ സൈഡ്. വലാ തഖ്റബൂൻ, നിങ്ങൾ എന്നെ സമീപിക്കുകയും അരുത്. ആ വാചകം വലാ തഖ്റബൂൻ എന്നുള്ള രണ്ട് രൂപത്തിൽ അർത്ഥം പറയാം. ഒന്ന്, വലാ തഖ്റബൂൻ, നിങ്ങൾ എന്നെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു നഹിയായിട്ട്, അല്ലെങ്കിൽ നഫിയായിട്ട്, വലാ തഖ്റബൂൻ, നിങ്ങൾ എന്നെ സമീപിക്കുന്നില്ല, നിങ്ങൾ എന്നെ സമീപിക്കാൻ പോകുന്നില്ല. മുദാരിയായ ഫിഅല് നഫിയായിട്ടും പറയാം, അല്ലെങ്കിൽ വലാ തഖ്റബൂൻ, വലാ തഖ്റബൂനി എന്നുള്ള അർത്ഥത്തിൽ നഹിയായിട്ട് പറയാം. അതായത് യു നെവർ അപ്രോച്ച് മീ, ഡോണ്ട് എവർ അപ്രോച്ച് മീ, അല്ലെങ്കിൽ യു ആർ നോട്ട് അപ്രോച്ചിങ് മീ അറ്റ് ഓൾ. രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെ, നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ആക്സസും ഇല്ല എന്നർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ കാലു, അവർ പറഞ്ഞു, ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹു, ഞങ്ങൾ എന്ത് ചെയ്യാം, പിതാവിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ വേണ്ടി, ആരെ, ഈ സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാം. നുറാവിദു, ആ പദം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എവിടെയാ പറഞ്ഞേക്കണ? അല്ലെ? പല സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒന്നിലധികം സ്ഥലത്ത് വന്നിട്ടുണ്ട്. സനുറാവിദു അൻഹു, പക്ഷെ അവിടുത്തെ അർത്ഥം വരണം, ഇവിടുത്തെ അർത്ഥം വരണം. എങ്ങനെയാണ് അർത്ഥം സിമിലർ ആവണമെന്ന് നമുക്ക് പരിശോധിക്കാം കേട്ടാ. സനുറാവിദു അൻഹു അബാഹു, ഞങ്ങൾ എന്ത് ചെയ്യാം, വി വിൽ ട്രൈ ടു ഗെറ്റ് ഹിം ഫ്രം അവർ ഫാദർ എന്നാ അതിന്റെ അർത്ഥം. വി വിൽ ട്രൈ ടു ഗെറ്റ് ഹിം ഫ്രം അവർ ഫാദർ, ഞങ്ങളുടെ പിതാവിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തെ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാം, വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാം. വ ഇന്നാ ലഫാഇലൂൻ, ഷുവർലി വി വിൽ ഡു ഇറ്റ്, തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യും, അത് ചെയ്തിരിക്കും. കാരണം ഇത് വിശപ്പിന്റെ കാര്യമാണ് അല്ലെ, പണത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാപ്പാടെ അടുത്തുനിന്ന് ആ ബ്രദറിനെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. 100% വി വിൽ ബ്രിങ് ഹിം, 100% ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് വ ഇന്നാ ലഫാഇലൂൻ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അർത്ഥം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് അല്ലെ, പക്ഷെ ഇതിൽ ചില കോംപ്ലക്സിറ്റീസ്നോ അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസ് ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് പിന്നെ സംഗതികൾ അടങ്ങിയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇവിടെ ഈ നേരത്തെ കഥയായിട്ട് നിർത്തിയത് എവിടെയാ? യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, ഖലജഅൽനി അലാ ഖസാഇനിൽ അർദ്, എന്നെ ഭൂമിയുടെ മുഴുവൻ, ഈ പ്രദേശത്തിന്റെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ ഖസാഇനുകൾ, എന്താ ഖസീനത്ത് എന്ന് പറഞ്ഞ ഖസാഇന് ഓർക്കണ്ടോ ആരെങ്കിലും? അതിന്റെ അർത്ഥം ഖജനാവുകൾ, ട്രഷറി അല്ലെ. ഈ രാജ്യത്തിന്റെ മുഴുവൻ ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കൂ. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ അതിന് ഹഫീദാണ്. ഹഫീദ് എന്ന് പറഞ്ഞാല് സംരക്ഷിക്കുന്ന ആളാണ്. അലീം, അറിവുള്ളവനും, എനിക്ക് നല്ല നോളജ് ഉണ്ട് അല്ലെ. ഞാൻ ഇതൊക്കെ കൃത്യമായി പരിപാലിച്ച് സംരക്ഷിച്ചോളാം. ബിക്കോസ് ഐ എം നോളജബിൾ, ഐ എം അവെയർ, ഐ എം എഡ്യൂക്കേറ്റഡ്, ഐ ഹാവ് ദാറ്റ് ക്വാളിഫിക്കേഷൻ. ഇതാണ് യൂസുഫ് അലൈഹി സ്വലാം. അതിനുശേഷം പിന്നെ പറഞ്ഞ രണ്ടായത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത് അള്ളാഹു പറഞ്ഞാണ് അല്ലെ, കദാലിക് മക്കന്നാലി യൂസുഫ് എന്ന് പറഞ്ഞ ആയത്ത്.
പിന്നെ പറയുന്നത് വജാ ഇഖ്വത്തു യൂസുഫ്, യൂസുഫിന്റെ ബ്രദേഴ്സ് വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒരാള് ഈ കഥ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഈ യൂസുഫ് അലൈഹിസ്സലാം ഈ ഖജനാവ് ഏറ്റെടുത്തു. പിറ്റേ ദിവസം യൂസുഫിന്റെ സഹോദരങ്ങൾ വന്നു എന്നാണോ അതിന്റെ അർത്ഥം? ആണോ? അല്ല. പിന്നെ പിറ്റേ ദിവസം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? സത്യപ്രതിജ്ഞ ചെയ്തു അല്ലെ? അപ്പൊ നാളെ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. നാളെ അല്ല, മറ്റന്നാ, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ സംഗതി ഉണ്ട് അല്ലെ? എന്ന് മാത്രമല്ല, ഒരു 7 വർഷം കടന്നു പോയിട്ടുണ്ടാവും അല്ലെ? അല്ലെ? 7 വർഷം, എങ്ങനത്തെ 7 വർഷമാണ് കടന്നു പോയിട്ടുണ്ടാവുക? ഒരുപാട് വിളവുകളുള്ള, ഒരുപാട് ഹാർവസ്റ്റ് ഉള്ള, ഒരുപാട് ധാന്യങ്ങൾ ഒക്കെ കിട്ടിയിട്ടുള്ള 7 വർഷം കടന്നുപോയി. പിറ്റത്തെ വർഷമായിരിക്കും എന്തുണ്ടാവുക? അവിടെ ക്ഷാമം അല്ലെ, ഫാമിൻ. അപ്പൊ ഒരു 8 വർഷം. ആ 7 വർഷം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷമൊക്കെ ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ആളുകളുടെ അടുത്ത് തന്നെ ധാന്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? മിക്കവാറും ഉണ്ടാവും. പിന്നെയാണ് ശരിക്കും ഫാമിൻ തുടങ്ങുക. കാരണം ഒരു 7 വർഷം സമ്പൽ സമൃദ്ധമായ 7 വർഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ഫാമിൻ തുടങ്ങൂല. അങ്ങനെയാണല്ലോ നേച്ചർ. അപ്പൊ ഒരു 8 വർഷം കടന്നു പോയിട്ടുണ്ട് അതിനിടക്ക്. അതിനിടയിൽ ഈജിപ്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവണം? ഈ പറഞ്ഞ രൂപത്തിൽ ഒരുപാട് വിളകൾ ഉണ്ടായിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാം അതൊക്കെ മാനേജ് ചെയ്തു, അതൊക്കെ സൂക്ഷിച്ചു, അത് ശേഖരിച്ചു. ആ വിളവുകളൊക്കെ പിന്നെ ഗോഡൌണിൽ, വെയർ ഹൗസിൽ എല്ലാം കീപ്പ് ചെയ്തു, സ്റ്റോർ ചെയ്തു, എല്ലാം സംരക്ഷിച്ചു വെച്ചു. കുറച്ചൊഴിച്ച് അല്ലെ, ഭക്ഷിക്കാൻ, അവിടുത്തെ ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ട കുറച്ചൊഴിച്ചു, ബാക്കിയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നല്ല പറഞ്ഞിരുന്നത്? സ്വപ്നത്തിന്റെ വ്യാഖ്യാനായിട്ട് അതല്ല പറഞ്ഞിരുന്നത്? ഇതൊക്കെ ചെയ്ത് പിറ്റത്തെ ഒരു വർഷം ക്ഷാമം വന്നു കഴിഞ്ഞപ്പോ ഭൂമിയിൽ എവിടെയും, ബൈബിളിൽ പറയുന്നത് ഈജിപ്തിൽ മാത്രമല്ല, ഈ പറഞ്ഞ കൻആൻ, അതിന്റെ അപ്പുറത്തുള്ള പ്രദേശം എന്ന് പറഞ്ഞ ഇന്നത്തെ ഷാം, ഫലസ്തീൻ, സിറിയ എന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രദേശത്തേക്കൊക്കെ ഈ ക്ഷാമം, ഈ ഫാമിൻ, ഈ ഡ്രൗട്ട് അത് വല്ലാതെ സ്പ്രെഡ് ചെയ്തു. അവിടെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കിട്ടാതായി. അപ്പൊ ഇപ്പൊ ഭക്ഷണം ഉള്ളത് എവിടെ മാത്രമാണ്? ഈജിപ്തിൽ മാത്രമാണ്. അപ്പൊ ഈജിപ്തിലൊരു റൂളർ, യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹം ഭക്ഷണത്തെ കൃത്യമായി റേഷൻ അനുസരിച്ചു, ആളുകൾ കൊണ്ടുവരുന്ന വിലക്കനുസരിച്ച് ബിലാത്ത് കൊണ്ടുവരണം അവര്. അതായത് റീസണബിൾ പ്രൈസിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് കൻആനിലെ യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് വിവരം കിട്ടി. അപ്പോ യാക്കൂബ് അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ മക്കളെ ഇങ്ങോട്ട് അയച്ചു. ഇത്രയും സംഗതി അവിടെ നടന്നു പോയിട്ടുണ്ട് അല്ലെ? അതൊക്കെ അള്ളാഹു വിട്ടുകളഞ്ഞിരിക്കുകയാണ്. വൈ? എന്തുകൊണ്ടായിരിക്കും? അതൊന്നും പറയാതെ നേരെ, പക്ഷെ അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കഥ കേൾക്കുമ്പോ ബൈബിളിലല്ലോ വായിക്കാൻ, എന്ന് പറഞ്ഞാൽ മീൻസ് ബൈബിളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ, ഈ കഥ മനസ്സിലാക്കിയെടുക്കാൻ, അങ്ങനെയാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഇത് ബൈബിളിൽ നിന്ന് കോപ്പി ചെയ്താണ് അല്ലെ? അങ്ങനെ ഈ യൂസുഫ് അലൈഹി സ്വലാമയെ കുറിച്ചുള്ള കഥേനെ, ഖുറാനിലെ ഈ കഥയെക്കുറിച്ച് ചിലർ അങ്ങനെ ആ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചാണെന്നുള്ളത്. പക്ഷെ ഖുർആന്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സ്റ്റൈലിൽ നമ്മൾ ഇവിടെയും വളരെ വ്യതിരിക്തമായ ഒരു സംഭവമാണ് കാണാൻ സാധിക്കുക. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും ഈ പ്രധാനപ്പെട്ട ഒരു വശത്തെ അള്ളാഹു വിട്ടുകളഞ്ഞു? പറയേ, എന്തുകൊണ്ടായിരിക്കും വിട്ടുകളഞ്ഞത്? അതൊന്നും പ്രസക്തമല്ല. പ്രസക്തമല്ല ആണോ? പ്രസക്തമല്ലാത്തോണ്ടാണോ വിട്ടുകളഞ്ഞത്? പ്രസക്തല്ലേ? വെരി ഗുഡ്, അഹ്സൻതി. അതാണ് സംഭവം. അള്ളാഹു നമ്മളെ ചിന്തിക്കാൻ വിട്ടിരിക്കുകയാണ്. നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. അഫലാ യഖിലൂൻ, അഫലാ യസ്മഊൻ, അഫലാ യതദബ്ബറൂൻ. ഖുർആന്റെ ഇടക്കിടക്കുള്ള പരാമർശം അതാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടി കണക്ടിങ് ദ ഡോട്ട്സ്. നമ്മൾ എപ്പോഴും ഈ സ്റ്റോറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു സംഗതിയാണ്, ഈ സ്റ്റോറിയുടെ ഈ ഡോട്ടുകൾ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ മുഫസ്സിറുകള്, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ തന്നെ ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കും, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം വരുന്ന മുഫസ്സിറുകൾ നമുക്കത് പറഞ്ഞു തരുന്നു, ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ചിലർ ബൈബിളിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം അത്തരം സംഗതികൾ വിശദീകരിക്കാൻ. അതിനെ വെച്ചിട്ടാണ് ഇത് ബൈബിളിൽ നിന്ന് എടുത്ത കഥയാണെന്ന് പറയുന്നത്. പക്ഷെ ബൈബിളിലെ കഥയും യൂസുഫ് അലൈഹി സ്വലാമയുടെ കഥയും തമ്മിൽ, ഇവിടുത്തെ കഥയും തമ്മിൽ എത്രയോ അന്തരമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അത് തന്നെ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് വേറെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ടാണോ? അല്ല, ഓക്കെ. അതായത് ഇപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമില്
മൊത്തത്തിൽ ഈ കഥ കഴിയുമ്പോൾ, ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബൈബിളിലെ ഈ കഥയും ഖുർആനിലെ കഥയും തമ്മിലുള്ള അന്തരങ്ങളെ കുറിച്ച്, അതിന്റെ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസിനെ കുറിച്ച് ഒരു സെഷൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പോ നമ്മൾ ഇത്രയേ മനസ്സിലാക്കേണ്ടുള്ളൂ, ഇത് ആ പോർഷൻ ഒക്കെ കഥയുടെ പ്രസക്തമല്ല എന്ന് പറയുന്ന സംഗതി ഒരർത്ഥത്തിൽ വാലിഡ് ആണ്. പക്ഷെ പ്രസക്തമല്ല എന്നല്ല, മറിച്ച് അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സംഗതികളാണ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു അത് പറയാതെ വിട്ടിരിക്കുന്നത്. അപ്പോ ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഏത് പിന്നെ ഈ ഈജിപ്തിന്റെ പുറത്തേക്ക് പട്ടിണി വ്യാപിച്ചു, അവിടെ പിന്നെ അവിടുത്തെ ഭക്ഷണം യൂസുഫ് അലൈഹി സ്വലാം ശേഖരിച്ചു വെച്ചു, അതിന്റെ കണക്കെടുത്തു, അത് കൃത്യമായി വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, ഇതെല്ലാം വിട്ടുകളഞ്ഞിരിക്കാൻ. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് യൂസുഫ് അലൈഹി സ്വലാമയുടെ അടുക്കൽ ഈ ബ്രദേഴ്സ് വരുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. അത് യൂസുഫ് അലൈഹി സ്വലാം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നെ ഈ ഭൂമിയുടെ ഈ പ്രദേശത്തിന്റെ മൊത്തം ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞല്ലോ, എന്നിട്ട് ഞാനത് ഞാനത് സംരക്ഷിച്ചു കൊള്ളാം. ഹഫീദുൻ അലീം, എനിക്കത് അറിയാം എങ്ങനെയാണ് സംരക്ഷിക്കുക. അതായത് ഖുർആന്റെ ഒരു ഇക്കോണമിയെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ, ഫാമിൻ വന്നു കഴിഞ്ഞാൽ, ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭക്ഷണത്തിന് കമ്മി വന്നു, ഭക്ഷണം ഡെഫിസിറ്റ് ആയി. നെക്സ്റ്റ് തിങ് എന്താ സംഭവിക്കുക? പറയും, പ്രൈസ് കൂടും. മാത്രമല്ല, ഉള്ള ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ ഇടിയുണ്ടാക്കും, അല്ലെ? ഇപ്പൊ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ, ഉള്ളി ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഉള്ളിയുടെ പ്രൈസ് 2 റിയാലുള്ളത് 8 റിയാലിന് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെ? ഖത്തറില്, നാട്ടില്, കേരളത്തിലാണെങ്കിൽ, മറ്റ് എവിടെയാണോ നിങ്ങളുള്ളത് അവിടെയാണെങ്കിൽ എന്താ സംഭവിക്കുക? UAE-യിലോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തോ ഒക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? പ്രൈസ് കൂടുക മാത്രമല്ല, ക്രൈമും കൂടും, അല്ലെ? ഇപ്പോ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഫുഡിന് വേണ്ടിയിട്ട് ഭയങ്കര ക്രൈമാണ്. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി, ഒരു നല്ല പാക്കറ്റ് ഫുഡിന് വേണ്ടിയൊക്കെ ക്രൈം കൂടും. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് എന്താ? അദ്ദേഹം, അത് നമ്മൾ ഈ ഖുർആന്റെ ഒരു ഇക്കോണമി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള ഭക്ഷണം പൂഴ്ത്തി വെക്കുന്നതിന് പകരം റീസണബിൾ പ്രൈസിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം. പക്ഷെ ആരെങ്കിലും അത് പൂഴ്ത്തി വെച്ചിട്ട് അതിന് ഇരട്ടി വിലയോ അല്ലെങ്കിൽ 10 ഇരട്ടി വിലയോ ഒക്കെ ഈടാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ യഥാർത്ഥ വില കഴിച്ചുള്ള ബാക്കി വില അതെന്തായിരിക്കും? പലിശയായിരിക്കും, റിബ ആയിരിക്കും. ഇത് ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അതൊരു വിലക്കയറ്റത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് എന്തിനാണോ ക്ഷാമമുള്ളത്, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഫ്ലൈറ്റിന്റെ പ്രശ്നം നോക്കി, ഇന്നത്തെ കാലത്ത് ഫ്ലൈറ്റിന്റെ ഒരു പ്രശ്നം കണ്ടിട്ടില്ലേ? പീക്ക് അവറിൽ ഭയങ്കരമായ പ്രൈസ്, ഓഫ് പീക്കില് ഭയങ്കര പ്രൈസ് കുറവായിരിക്കും. അപ്പൊ അത് ചൂഷണം ചെയ്യണം. ഒരുപാട് ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്യണം. ഒരു ഇസ്ലാമിക് ഇക്കോണമി ആണെങ്കിൽ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇക്കോണമി ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എല്ലാ ടൈമിലും ഒരേ പ്രൈസ് ആയിരിക്കണം. ആ ഫ്ലൈറ്റിന്റെ ചാർജ് എത്രയാണോ അത്രയും. അപ്പൊ പാസഞ്ചേഴ്സിനനുസരിച്ച് ചിലപ്പോൾ പ്രൈസ് കൂടിയേക്കാം. അതായത് ഇപ്പൊ ഒരു ഫ്ലൈറ്റിൽ കുറച്ച് ആളുകളെ ഉള്ളൂ യാത്ര പോകാനുള്ളൂങ്കിൽ പ്രൈസ് കൂടിയേക്കാം. കാരണം എന്താ? കുറച്ച് ആളുകൾ ആ മുഴുവൻ ഫ്ലൈറ്റിന്റെ ചെലവ് വഹിക്കേണ്ടി വരും. അതൊഴിച്ചു നിർത്തിയാൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു വെക്കേഷൻ പോലുള്ള, ഒരു ഹോളിഡേ പോലുള്ള സമയത്ത് സീറ്റിനനുസരിച്ച് വില കൂട്ടുക എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ്, ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതായത് ഒരു ജനങ്ങളുടെ ഒരു നിർബന്ധിത അവസ്ഥയെ ക്ഷാമം പോലുള്ള, ഫാമിൻ പോലുള്ള, ഡ്രൗട്ട് പോലുള്ള ഒരു സന്ദർഭത്തിൽ ചൂഷണം ചെയ്യുക എന്നുള്ളത്. വെള്ളം കിട്ടാക്കനിയാവുമ്പോൾ ഉള്ള വെള്ളത്തിന് 10 ഇരട്ടി വില. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പിന്നെ എല്ലാ സന്ദർഭത്തിലും ബാധകമാണ്. വെറും കച്ചവടത്തിൽ മാത്രമല്ല, ജോലി സ്ഥലത്ത് ഇത് ബാധകമാണ്, അല്ലെ? നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്. ആ കഴിവ് നമുക്ക് കമ്പനിക്ക് വേണമെന്ന് നമുക്കറിയാം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുക, നമുക്ക് അൺഡ്യൂ ആയിട്ടുള്ളൊരു സംഗതിയെ കുറിച്ചല്ല, അൺഡ്യൂ ആയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുക. അതെന്താണ്? അപ്പൊ അത് പലിശയുടെ ഇനത്തിൽ പെടും. ഇത്രത്തോളം ധാർമ്മികത മാർക്കറ്റിൽ പിന്നെ പാലിക്കുക എന്നുള്ളത്
ഇസ്ലാമിക് ഇക്കോണമിക്സിന്റെ ഭാഗമാണ്, ഇസ്ലാമിക് ഫൈനാൻസിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ ചെയ്തത്. അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഒരു ഡ്രൗട്ട് വരാനുണ്ട്, ഒരു ഫാമിൻ വരാനുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തെ ശേഖരിച്ചു വെച്ചു. അത് വരുന്ന ആളുകൾക്ക് അദ്ദേഹം കൃത്യമായ വിലക്ക് കൊടുത്തു. അത് പിന്നീടുള്ള നമ്മൾ പറഞ്ഞ അലാ തറവുന്ന അന്നി ഊഫിൽ കൈല എന്ന് പറയുന്നിടത്ത് അതുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ തന്ന വിലക്ക് പൂർണ്ണമായിട്ടും അളവ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല എന്ന് ചോദിക്കുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ നോട്ട് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് എ ഫുഡ് ക്രൈസിസ് ഓർ എനി അതർ. ഇതിപ്പോ നമ്മുടെയൊക്കെ പല ഡെവലപ്പിംഗ് രാജ്യങ്ങളിലുള്ള നിരന്തരമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അള്ളാഹു തന്നെ ഇതിൽ പല സ്ഥലത്ത് ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഔഫുൽ കൈല ഇദാ കിൽത്തും, നിങ്ങൾ അളന്നാൽ അളവ് പൂർണ്ണമായിട്ട് കൊടുക്കണം. വസിനൂബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ ഖിസ്താസുൽ മുസ്തഖീം, നേരെയുള്ള തുലാസ് കൊണ്ട് അളക്കണം. തുലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് കാണാൻ പറ്റില്ല, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, രണ്ട് തട്ട്, ഒരു തട്ടില് അതിനെ കട്ടി വെക്കും, വെയിറ്റ് വെക്കും, മറ്റേ തട്ടില് അതിന്റെ ഫുഡ് വെക്കും അല്ലെ. അങ്ങനെയാണ് പണ്ട് അളക്കുക. അതൊക്കെ പണ്ടായി കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അതിനൊക്കെ ഇലക്ട്രിക്കൽ ഡിജിറ്റൽ തുലാസുകളുണ്ട്. പക്ഷെ എന്തായാലും തുലാസ് എത്ര മാറിയാലും, ബാലൻസ് എത്ര മാറിയാലും, ഡിജിറ്റൽ ആയാലും ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും, പക്ഷെ നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഇൻ റിട്ടേൺ നമുക്ക് സാധനങ്ങൾ കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അത് സർവീസ് ആകട്ടെ, ഗുഡ്സ് ആകട്ടെ, അതല്ലെങ്കിൽ പിന്നെ എംപ്ലോയ്മെന്റ്, ജോലി, പിന്നെ സാലറി അതാകട്ടെ, ഒക്കെ എന്തായിരിക്കണം, ഒരാൾ നമുക്ക് സാലറി തരുന്നുണ്ടെങ്കിൽ ആ സാലറിക്ക് അനുസരിച്ചിട്ടുള്ള എഫേർട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതിനകത്ത് തീരെ വൈകിച്ചില്ല എന്നിട്ട് നേരത്തെ ഇറങ്ങിപ്പോരാ, ഇങ്ങനത്തെ പണി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ചിലപ്പോൾ പോകാതിരുന്നിട്ട് വേറെ ആരെക്കൂടെയും പഞ്ച് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറഞ്ഞ റിബയുടെ കൂട്ടത്തിൽ പെടും. അതൊക്കെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളായിട്ട് ഇസ്ലാം വിലയിരുത്തുന്നു. അതൊക്കെ ഹറാമായ, നിഷിദ്ധമായ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് സഹാബി വനിതകള് സഹാബികളെ രാവിലെ വീടുകളിൽ നിന്ന് യാത്ര അയച്ചിരുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അതായത്, നിങ്ങൾ ഇന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം എനിക്കും മക്കൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹലാലായ ഭക്ഷണം കൊണ്ടുവരണം എന്ന് സഹാബി വനിതകൾ സഹാബികളെ ഉപദേശിച്ചിരുന്നതായിട്ട് പിന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായിരിക്കണം. മറ്റെവിടെന്നെങ്കിലും മോഷ്ടിച്ചതോ, ആരെങ്കിലും വഞ്ചിച്ചെടുത്തതോ, ആർക്കെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വില കൂട്ടി വിറ്റതോ, ഇങ്ങനത്തെ ഒരു സംഗതി ആയിരിക്കരുത്. യഥാർത്ഥത്തിലുള്ള സമ്പാദ്യത്തിന്റെ ആ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ആ ഒരു ഹലാലായ സമ്പാദ്യമായിരിക്കണം കൊണ്ടുവരുന്നത് എന്നാണ് വാസ്തവത്തിൽ. അള്ളാഹു തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നത്, വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, നിങ്ങൾ ആളുകൾക്ക് സംഗതികൾ കുറച്ചു കൊടുക്കരുത്. അതായത് വില പൂർണ്ണമായിട്ട് വാങ്ങിച്ചിട്ട് ആ വിലക്കയുടെ മൂല്യത്തിന് അനുസരിച്ച് സാധനങ്ങൾ കൊടുക്കാതെ അത് കുറച്ചു കൊടുക്കരുത് എന്നും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം ചെയ്ത ഏറ്റവും എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഖുർആൻ ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഇക്കോണമി അതാണ്. ആളുകൾ കൊണ്ടുവരുന്ന വിലക്കനുസരിച്ച്, മൂല്യത്തിനനുസരിച്ച്, പണത്തിനനുസരിച്ച് അവർക്ക് സാധനങ്ങൾ, വസ്തുക്കൾ വിൽക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോ ഇതാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതി. അപ്പൊ ഇവിടെ നോക്കൂ, ഈ പ്രയോഗം തന്നെ വജാഅ ഇഖ്വത്തു യൂസുഫ് ആൻഡ് യൂസുഫ്സ് ബ്രദേഴ്സ് കെയിം അല്ലെ. ഈ ആൻഡ് എന്ന് അവിടെ പറഞ്ഞു. ശരിക്കും ഇംഗ്ലീഷിലൊക്കെ ഒരു പൂവർ ഇംഗ്ലീഷ് ആയിട്ട് പറയുന്നതാണ്. ഒരു ആൻഡ് എന്നുള്ള പദം ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ വന്നാൽ അതെന്താണ്? പൂവർ ഇംഗ്ലീഷ് ആണെന്നാ പറയാ, ബാഡ് ഇംഗ്ലീഷ് ആണ്. ഇവിടെ അറബിയിൽ ഇപ്പൊ അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. വജാ, വാ എന്നുള്ളത് ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ഇതിനു മുമ്പത്തെ സംഭവമായിട്ട് ആ വാവിന് ഒരു ബന്ധമില്ല, ഉണ്ടോ? കാരണം ഇതിനു മുമ്പുള്ളത് എന്താ? വല അജ്റുൽ ആഖിറത്തി ഖൈറുൻ ലില്ലദീന, അള്ളാഹുവിന്റെ വചനമാണ് പറഞ്ഞത്. പക്ഷെ ഈ വാചകം തുടങ്ങുന്നത് എങ്ങനെയാ? വജാഅ ഇഖ്വത്തു യൂസുഫ്. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ബ്രദേഴ്സ് വന്നു. അപ്പോ ആ ആൻഡിന് ശരിക്കും നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ സ്റ്റാൻഡേർഡ് അല്ല അള്ളാഹുവിൻ്റെത്. ഇത് ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ചാല്, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു സീൻ കഴിയുമ്പോൾ സ്ക്രീൻ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവും, എന്നിട്ട് അവിടെ എഴുതി കാണിക്കും 8 years later. അങ്ങനെ കണ്ടിട്ടുണ്ട? നിങ്ങളൊന്നും സിനിമ കാണാത്തവരായതുകൊണ്ട് അത് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? അങ്ങനെയാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടാ? കണ്ടണ്ട?
അതില്ലേ? അതായത് ഒരു സീൻ കഴിയുമ്പോൾ കംപ്ലീറ്റ് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ബ്ലാക്ക് സ്ക്രീനിൽ വൈറ്റ് ലെറ്റേഴ്സിൽ ചിലപ്പോൾ എഴുതി കാണിക്കും അല്ലെ? എന്താ കാണിക്കാം? 100 years later അല്ലെങ്കിൽ സം ഇയേഴ്സ് ലേറ്റർ, 2 years later എന്നൊക്കെ കാണിക്കാറുണ്ടോ? അതെ അതെ ആരെങ്കിലും പറയ്, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ആ ഉണ്ട്. കണ്ടിട്ടുണ്ട്. ആരൊക്കെയാണ് സിനിമ കാണുന്നത് പിടിക്കുന്നു വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇവിടെ എല്ലാം പറയുന്നുണ്ട് പിന്നെ അങ്ങനെ കാണലുണ്ട് എന്നല്ലേ, 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെല്ലാം വരും. ആ അതെ അതെ, ശരിക്കും ആ സംഗതിയാണ് വജാ. ആ വാവിന്റെ അർത്ഥം അതാണ്. 8 വർഷം കഴിഞ്ഞപ്പോ അല്ലെ, ഏറെക്കുറെ ഒരു 8 വർഷമാണ് നമ്മൾ പറഞ്ഞ. ആ 7 വർഷം നല്ല വിളവിന്റെ വർഷം, അത് കഴിഞ്ഞ് ക്ഷാമത്തിന്റെ വർഷം തുടങ്ങിയപ്പോ 8ാമത്തെ വർഷമായപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ബ്രദേഴ്സ് വന്നു. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? ജാ അത്ത, അതും ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു പദമാണ്. അത് വന്നു എന്നതിന് ജാ എന്നും പറയാം, അത്ത എന്നും പറയാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ജാ എന്ന് പറയുമ്പോൾ, അത്ത എന്ന് പറയുമ്പോൾ വന്നു, ശരിക്കും വന്നു എന്നുള്ള സാധാരണ ഡയറക്റ്റ് മീനിങ്. ജാ എന്ന് പറയുമ്പോൾ ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്, ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് വരിക, അതിനാണ് അധികവും ജാ എന്ന് ഖുർആൻ ഉപയോഗിക്കുക. ജാ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. എവിടെ പറയണം? യാസീൻ. വജാ മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരാൾ വന്നു. അപ്പോൾ കെയിം ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ ഒരു സംതിങ് ബിഗ് ആയിട്ടുള്ള ഒരു സംഗതി വരിക. അപ്പൊ ഇദാ ജാ നസ്റുല്ലാ, ഇദാ ജാ നസ്റുല്ലാ, അള്ളാഹുവിന്റെ വിജയം, അതൊരു സംതിങ് ബിഗ്. അപ്പൊ ഈ രണ്ട് ഒക്കേഷനിലാണ് അധികവും ഖുർആനിൽ ജാ ഉപയോഗിക്കുക. അങ്ങനെ അല്ലാത്ത ചില സന്ദർഭങ്ങളും കണ്ടേക്കാം, പക്ഷെ മെയിൻലി മോസ്റ്റ്ലി ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാമിയുടെ ബ്രദേഴ്സ് വന്നു, വളരെ ലോങ് ഡിസ്റ്റൻസ് നിന്നാണ് അവർ വരുന്നത് എന്നർത്ഥമുണ്ട് കേട്ടോ. അവർ ഒരു വലിയ ലോങ് ഡിസ്റ്റൻസ് നിന്നാണ് അവരാ വരുന്നത് എന്നൊരർത്ഥമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആ യാത്രയുടെ ഒരു സ്ട്രഗിള് ആ പദത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത്ത എന്ന് പറയാതെ ജാ ഉപയോഗിച്ചത് കൊണ്ട് ആ മീനിങ്ങിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വെൻ ഇക്കോണമി ഈസ് ബാഡ് അല്ലെ, പ്രൈസ് റൈസ് ഉണ്ടാവുമ്പോൾ, ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ, ഫാമിൻ ഉണ്ടാവുമ്പോൾ, ഗുഡ്സിന്റെ ഷോർട്ടേജ് ഉണ്ടാവുമ്പോൾ ട്രാവലിംഗ് വിൽ ബി ഡിഫിക്കൽട്ട് അല്ലെ. കാരണം കൊള്ള ഉണ്ടാവും, ക്രിമിനൽ ആക്ടിവിറ്റി ഒരുപാട് ഉണ്ടാവും. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കൊള്ള എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗമായിരുന്നു അല്ലെ. അത് കേട്ടിട്ടില്ല നിങ്ങള് അല്ലെ? ഇപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ യാത്രാ സംഘങ്ങളെ കൊള്ള ചെയ്യുക എന്നത് ചില ഗോത്രങ്ങളുടെ ഒരു വരുമാന മാർഗമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതൊരു ട്രാവലിംഗ് ഇറ്റ് സെൽഫ് ഈസ് ചാലഞ്ചിങ്. അതുകൊണ്ടാണ് ആ പദം പ്രയോഗിച്ചതിന്റെ മറ്റൊരു ഉദ്ദേശം. ഓക്കെ, ഇനി വജാഅ ഇഖ്വത്തു യൂസുഫ് ഫദഖലു അലൈഹി, എന്നിട്ട് ആ തഅഖീബ് എന്നാ പറയാ, അതായത് ഒരു സംഗതി സംഭവിച്ചതിന് ശേഷം അടുത്തത് സംഭവിക്കുന്നു. ഫദഖലു അലൈഹി, അവർ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവേശിച്ചു. അപ്പൊ ദർ ഈസ് എ സ്റ്റെപ്പ്. അവർക്ക് നേരിട്ട് വന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ പോകാൻ പറ്റില്ല. കാരണം എന്താ? യൂസുഫ് അലൈഹി ഇസ്ലാം ഇപ്പോ ആരാണ്? ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ അല്ലെ. ഹി ഈസ് ദ പ്രൈം അതോറിറ്റി. കിങ് ഒരു സെറിമോണിയൽ കിങ് ആയിട്ട് മാറി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? യൂസുഫ് അലൈഹി ഇസ്ലാം. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? യതബവ്വഉ മിൻഹ ഹൈസു പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം പിന്നെ ഉദ്ദേശിക്കുന്നിടത്ത് ആയിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അദ്ദേഹം തീരുമാനിക്കുന്ന നടപടികൾ, പിന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന നടപടികൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ രാജ്യത്ത് പ്രത്യേകിച്ച് രാജാവ് വളരെ പ്രത്യേകമായ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ വളരെ യൂസുഫ് അലൈഹി ഇസ്ലാംക്ക് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, ഒരു പവർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് വന്നിട്ട് അവർക്ക് നേരിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ പോകാൻ പറ്റില്ല, മറിച്ച് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്തുകൊണ്ടായിരിക്കും എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ ചെയ്യുന്നത്? അവിടെ ധാന്യങ്ങൾ കൊടുക്കണം അല്ലെ, ഫുഡ് വിതരണം ചെയ്യണം. ഈ ഫുഡ് വിതരണം ചെയ്യണം എങ്ങനെയായിരിക്കും? അതിന് അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവണം, സ്വാഭാവികമാണ്. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നി ഹഫീൽ, ഞാനിത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അലീം, എനിക്ക് നല്ല അതിനെക്കുറിച്ച് വിവരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ക്ഷാമകാലത്ത് എല്ലാവരും ഫുഡിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്ന ഒരു സമയത്ത്
ഒരു രാജാവ് ഒരു രാജ്യത്ത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ആളുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ആരൊക്കെ വരുന്നുണ്ട്, അവരെ അന്വേഷിക്കണം, അവരുടെ പേര്, അവരുടെ ബാപ്പയുടെ പേര്, അവരുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അവരുടെ ഏജ് എത്ര, ആരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്, ആരൊക്കെ വരാത്തവരുണ്ട്, ഇങ്ങനെ ഒരു ലിസ്റ്റ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു സ്മാർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് നമ്മൾ പിന്നെ ഈ വിശദീകരണം പറയാൻ വേണ്ടി ഒരു സംഗതി പറയല്ല, മറിച്ച് ഇത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അള്ളാഹു പ്രയോഗിച്ച പദത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. കാരണം അങ്ങനെയല്ലാതെ അദ്ദേഹം ഇവരെ കുറിച്ച് അറിയില്ല, പെട്ടെന്ന് അറിയില്ല. അതാണ് പിന്നെ പറയുന്ന പദം എന്താ, ഫഅറഫഹും. അങ്ങനെ അദ്ദേഹം അവരെ കുറിച്ച് തിരിച്ചറിഞ്ഞു, അവരെ തിരിച്ചറിഞ്ഞു. കാരണം ഇവര് 10 പേര് അല്ലെ, 10 പേരാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്, 10 ബ്രദേഴ്സ് അല്ലെ. എത്ര ബ്രദേഴ്സ് ആണ് മൊത്തം ഉള്ളത്? യൂസുഫ് അലൈഹി ഇസ്ലാമയുണ്ട്, അദ്ദേഹത്തിന്റെ ബ്രദർ 12 പേര്, 12 ബ്രദേഴ്സ് ഉള്ളത്. പക്ഷെ ഒരു ബ്രദറിനെ ഇവര് തന്നെ കളഞ്ഞു അല്ലെ. ആ ആളാണ് ആര്? യൂസുഫ് അലൈഹി ഇസ്ലാം. ഇവർക്കറിയില്ല, വഹും ലഹും മുൻകിറൂൻ അല്ലെ, ഇവർക്കറിയില്ല. പിന്നെ ഒരു ബ്രദർ വീട്ടിലുണ്ട്. ബാക്കി 10 പേര്. 10 പേര് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ജോലിക്കാർ, അദ്ദേഹത്തിന് ജോലിക്കാരുണ്ടെന്നുള്ളത് പിന്നീട് നമുക്ക് അടുത്ത വാചകങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ജോലിക്കാരോട് യൂസുഫ് അലൈഹി ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവര് ഇവരോട് പേര് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പേര് എന്തൊക്കെയാണ്, എവിടെ നിന്നാ വരുന്നത്, കനാൻ എന്നാണ്, വാപ്പയുടെ പേരെന്താണ്, ഉമ്മയുടെ പേരെന്താണ്, വീട്ടിലെത്ര പേരുണ്ട്, നിങ്ങളുടെ ഏജ് എത്രയാ, അവരുടെ ഏജ് എത്രയാ, ആരാണ് ഇനി വരാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് യൂസുഫ് അലൈഹി സ്വലാം പ്രത്യേകിച്ച് സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ, അദ്ദേഹം സ്ട്രീറ്റ് സ്മാർട്ട് ആയിരുന്നെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മാറ്റിവെച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറങ്ങിയ ആളാണ്. എന്ന് മാത്രമല്ല, രാജാവിന്റെ അടുത്ത് ഈ പറഞ്ഞ സംഗതി ചോദിച്ചു വാങ്ങിയ ആളാണ്. ഞാനിത് വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നീതിപൂർവമായിട്ടൊരു ജസ്റ്റിസ്, ഫെയർ രൂപത്തിൽ ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവരാരാണ്, എൻ്റെ ബ്രദേഴ്സ് ആണ് എന്ന് മനസ്സിലായി. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ വികാരങ്ങളെ കുറിച്ച് ഞാൻ ഇതിന്റെ അവസാനം ഒന്ന് പറയാം കേട്ടാ. കാരണം അത് നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെയൊക്കെ നമ്മളിപ്പോ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ഐ വിൽ ലീവ് ഇറ്റ് ടു ദ എൻഡ്. പക്ഷെ ഇവർ വന്ന് ഇവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഇതാരാണ്, ഇതെന്റെ ബ്രദേഴ്സ് ആണ്. പക്ഷെ ഇവർക്ക് ദേ ഹാവ് നോ ക്ലൂ ദാറ്റ് ദിസ് ഇസ് യൂസുഫ്. ഇത് യൂസുഫ് അലൈഹി ഇസ്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള യാതൊരു സൂചനയും അവർക്കില്ല. പക്ഷെ യൂസുഫ് അലൈഹി ഇസ്ലാം അത് മറച്ചു വെച്ചു, അവരോട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് അറിയാം, ഈ ബ്രദേഴ്സ്, ഒരു ബ്രദർ വീട്ടിലുണ്ട് അല്ലെ. അപ്പോ ഇവരുടെ ഡീറ്റെയിൽസ് എടുത്ത് അവസാനം കൊടുക്കും. അത് പല രൂപത്തിലാകാം, അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ അവസാനമായിരിക്കും ഇവർ എത്തിയിട്ടുണ്ടാവുക. അതായത് ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ഈ വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പ്രൈസ് ആയിട്ട് കൊണ്ടുവരണം. അന്നത്തെ കാലത്ത് ക്യാഷോ കറൻസി നോട്ടോ ഒന്നും ആവൂല, മറിച്ച് അവരുടെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള സ്വത്ത് കൊടുത്തിട്ടാണ് അവർ ഈ ഫുഡ് വാങ്ങിക്കുക അല്ലെ. അപ്പൊ അത് ആദ്യം കൊടുത്തു. പിന്നെ അവര് ഒരു സ്റ്റെപ്പിലൂടെ കടന്നുപോയി, അവിടെ കുറെ ഡാറ്റ കളക്ട് ചെയ്തു. എന്നിട്ട് ആ ഡാറ്റ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സന്ദർഭത്തിലാണ് അവര് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത്. ഇത് എൻ്റെ ബ്രദേഴ്സ് ആണ് എന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ സമ്പത്തൊക്കെ, അവരുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നേരത്ത് അവർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ 12 പേരുണ്ട്, ആണുങ്ങളായിട്ട് 12 പേരുണ്ട് അല്ലെ. വാപ്പ ഉണ്ട്, മറ്റൊരു ബ്രദർ ഉണ്ട്, നിങ്ങൾ 10 പേരുണ്ട്. സോ വൈ യു ഡിഡ്ന്റ് ബ്രിങ് ദ അതർ ബ്രദർ? ശരിക്കും നിങ്ങൾക്ക് ഈ 12 പേർക്കുള്ള 10 പാക്കറ്റാണ് നിങ്ങൾക്ക് ഇപ്പൊ ഫുഡ് ഉള്ളത്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നു 12 പാക്കറ്റ് വേണം. ആ 12 പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു ബ്രദർ വീട്ടിലുണ്ടെങ്കിൽ ആ ബ്രദറിനെ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ട്രബിൾ. കാരണം നിങ്ങൾ എന്തോ ഒന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാം അത് പറയുന്നതിന് അദ്ദേഹത്തിന് പല ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ പിന്നെ പറയാം. പക്ഷെ ഇതാണ് സംഭവം. പിന്നെ എന്തുകൊണ്ട് ഈ ബ്രദറിനെ കൊണ്ടുവരാൻ വേണ്ടി യൂസുഫ് അലൈഹി സ്വലാം ആവശ്യപ്പെടുന്നു എന്നതിന്റെ ഡയറക്റ്റ് റീസൺ ഈ ഫുഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആർ യു വിത്ത് മീ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 12 പേര് വീട്ടിലുണ്ടായിരിക്കെ 10 പേര് വന്നു.
ഒരാൾ വാപ്പ, ഓക്കെ, ഹീസ് ഓൾഡ് എനഫ്, ബട്ട് എന്തുകൊണ്ട് നിങ്ങൾ മറ്റേ ബ്രദറിനെ കൊണ്ടുവരണം എന്നതിന്റെ പ്രത്യക്ഷ കാരണം, ഡയറക്റ്റ് റീസൺ എന്താണ്? ഈ 12 പേർക്കുള്ള ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടണം നിങ്ങൾ വീട്ടിൽ യഥാർത്ഥത്തിൽ 12 പേരുണ്ട് എന്നത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം 12 പേരുണ്ടെന്നുള്ളത്. കാരണം എന്താ? ബ്രദേഴ്സാണ്, ഇവർക്ക് അത് അറിയില്ല. അതാണ്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിന്റെ സിസ്റ്റം അനുസരിച്ച് അവരോട് ഇദ്ദേഹം അത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഇതിപ്പോ ഇത്രയും വലിയൊരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു മൊത്തം ഈ സിസ്റ്റത്തെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്, അതായത് വീട്ടിലുള്ള ഒരാളെ കുറിച്ച് ചോദിക്കുന്നത്, അവരെ കൊണ്ടുവരാൻ പറയുന്നത്, അതൊക്കെ ഒരു മൈക്രോ മാനേജ്മെന്റ് അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അത് പ്രവാചകന്മാരുടെ ഒരു രീതിയാണ്. ഇപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമെ നോക്കൂ. സുലൈമാൻ അലൈഹി സ്വലാം വലമ്മ തഫഖദ, അല്ലെ, അദ്ദേഹം ഈ സൈന്യത്തെ പരിശോധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ, മാലി ലാ അറൽ ഹുദ്ഹുദ്, അല്ല, ഞാൻ ഹുദ്ഹുദിനെ കാണുന്നില്ല. എവിടെ പോയി? അവൻ നല്ല ഒരു കാരണം, പിന്നെ ഹിസ് റീസൺസ് ഓഫ് ആബ്സെൻസ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവനെ വച്ചേക്കൂല എന്ന് പറഞ്ഞില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ പ്രവാചകന്മാരെ അള്ളാഹു ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക, ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അതിൻ്റെയും കൂടി ഭാഗമാണിത്. അതിന്റെ അർത്ഥം നമ്മളെക്കുറിച്ചും അത്ര തന്നെ അത് ബാധകമാണ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ ജീവിതത്തില്, നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, സാമൂഹ്യ പ്രവർത്തനത്തിലാകട്ടെ, വീട്ടിലാകട്ടെ, കുടുംബത്തിന്റെ അകത്താവട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. അതുകൊണ്ടാണ് കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി, അല്ലെ, നിങ്ങളെല്ലാവരും കൈകാര്യകർത്താക്കളാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിസ്റ്റം. രണ്ടാമത്, ആ സൊസൈറ്റിയിലെ കറപ്ഷൻ കണ്ട ആളാണല്ലോ യൂസുഫ് അലൈഹി സ്വലാം, അല്ലെ. ആ സൊസൈറ്റിയിൽ എല്ലാ അർത്ഥത്തിലും കറപ്ഷൻ ഉണ്ട്. കാരണം അദ്ദേഹത്തെ അടിമ കച്ചവടത്തിൽ ഉൾപ്പെടുത്തിയ ആളുകള് പെട്ടെന്നൊരു ഒരു കുട്ടീനെ കണ്ടിന്ന് കിട്ടിയപ്പോഴേക്കും അവനെ കൊണ്ടുപോയി വിറ്റ് അവന്റെ പൈസ ഈടാക്കാൻ വേണ്ടി അത്രത്തോളം പണത്തിനോട് ആർത്തിയും കറപ്ഷനൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഈ കറപ്ഷൻ ഒന്നും ഇല്ലാതെ ഈ സമ്പത്ത് വിതരണം ചെയ്യുക, ഈ ക്ഷാമകാലത്ത് ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളതും യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഒരു കൺസേൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും നേരിട്ട് സൂപ്പർവിഷൻ യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ ചെയ്തു എന്നത് കൂടി തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ സംഭവം. അതായത് അദ്ദേഹം ഇവരോട് ഈ ബ്രദറിനെ കൊണ്ടുവരാൻ പറഞ്ഞു, എനിക്കത് നേരിട്ട് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു. ഓക്കെ. രണ്ടാമതൊരു കാരണം ഇവർ പറഞ്ഞല്ലോ, നിങ്ങളൊരു ബ്രദറിനെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പൊ എന്തുകൊണ്ടാണ് സനുറാവിദു അൻഹു അബാഹു, പിതാവിൽ നിന്ന് അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ആ ബ്രദർ വരാത്തത്? ആ ബ്രദറിനോട് പിതാവിന് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ, അത്യന്തം താല്പര്യമാണ്, ഞങ്ങളുടെ ഒപ്പം പറഞ്ഞേക്കാൻ പിതാവിന് താല്പര്യമില്ല. അപ്പോ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു മറുപടിയാണ്, ആ ബ്രദറിനെ എനിക്കൊന്ന് കാണണം, നിങ്ങളുടെ പിതാവ് അത്ര ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാണാം. അന്തിമമായിട്ട് യൂസുഫ് അലൈഹി സ്വലാമയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അതായത് എന്തുകൊണ്ട്, വൈ ഹി വാസ് അഡാമന്റ് ദാറ്റ് ദേ ഷുഡ് ബ്രിങ് ദെയർ ബ്രദർ. കാരണം ഇവിടെ പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാം അവരെ തിരിച്ചറിഞ്ഞു എന്നാണല്ലോ. അപ്പൊ കൃത്യമായി 12 ആളുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഓവർസൈറ്റ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ഗോ ഹെഡ്, ഐ വിൽ ഗിവ് യു ദ ബാഗേജ് ഫോർ 12 പീപ്പിൾ എന്ന് പറയാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയാതെ അദ്ദേഹം എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ അദ്ദേഹം പറയുന്നത്, ഐ നീഡ് ടു വെരിഫൈ, എനിക്ക് ഈ കണക്കുകൾ നോക്കണം, നിങ്ങളുടെ ഫാദർ വരാൻ സാധിക്കാത്ത എനിക്ക് മനസ്സിലാക്കാം, പക്ഷെ ഈ നിങ്ങളുടെ ബ്രദർ എന്തുകൊണ്ട് വന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂസുഫ് അലൈഹി ഇസ്ലാമിക്കും സഹോദരങ്ങൾക്കും വ്യത്യസ്ത മദേഴ്സാണുള്ളത്, അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാമിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയിൽ നിന്നാണ് ആരൊക്കെ ഉള്ളത്? യൂസുഫ് അലൈഹി ഇസ്ലാമയും ബിന്യാമീനും ഉള്ളത്. മറ്റ് 10 ബ്രദേഴ്സും ഒറ്റ ഭാര്യയിൽ നിന്നായിരിക്കണമെന്നില്ല, വ്യത്യസ്ത അന്നത്തെ ഒരു കസ്റ്റമും അന്നത്തെ ഒരു സിസ്റ്റം ഒക്കെ അനുസരിച്ച് വ്യത്യസ്ത മദേഴ്സിനായിരിക്കാം. അപ്പോ ഈ കണക്കുകൾ കൃത്യമായി എനിക്ക് ലഭിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായതുകൊണ്ടായിരിക്കാം യൂസുഫ് അലൈഹി ഇസ്ലാം അങ്ങനെ പറഞ്ഞു. പിന്നെ മറ്റൊരു ഒപ്പീനിയൻ, നമ്മളിപ്പോ ഈ പറഞ്ഞൊന്നുമല്ല, അതായത് അങ്ങനെ ഒരു കണക്കോ അങ്ങനെ ഒരു സ്മാർട്ട് സിസ്റ്റോ ഒന്നുമില്ല അവിടെ. യൂസുഫ് അലൈഹി ഇസ്ലാം ഇതൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നിങ്ങളെ പിന്നെ ഒരു ബ്രദർ ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ട് എന്റെ ആളുകൾ കുറച്ച് ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാകാമെന്ന് പറയുന്ന മുഫസ്സിറുകളും ഉണ്ട്. അതായത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അത്
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആളുകളുടെ ഡാറ്റ ശേഖരിക്കുക, വീട്ടിൽ ആരൊക്കെയാണ് ശേഖരിക്കുക. അതൊന്നുമല്ല. യൂസുഫ് അലൈഹി സ്വലാമക്ക് വേണമെങ്കിൽ പറയാം, ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ബ്രദർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ. പക്ഷെ അത് യൂസുഫ് അലൈഹി സ്വലാമയുടെ നീതിബോധത്തിന് യോജിക്കുന്ന സംഗതി അല്ല എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സംഗതി അങ്ങനെയല്ല. കൃത്യമായ ഒരു സിസ്റ്റം യൂസുഫ് അലൈഹി സ്വലാം ഉണ്ടാക്കി എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിന് ബ്രദറിനെ കൊണ്ടുവരാം, അലാ തറൗന അന്നി ഊഫിൽ കൈൽ, നിങ്ങൾ കാണുന്നില്ല ഞാൻ എത്ര കൃത്യമായിട്ടാണ് ഞാൻ നൽകുന്നത്, അളവ് എത്ര കൃത്യമായിട്ട് ഞാൻ നൽകുന്നു, ഞാൻ ഐ ഡു നോട്ട് ഷോർട്ട് ചേഞ്ച്, അല്ല ഞാനൊരു നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തൂക്കത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല. മാത്രമല്ല വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്നു. കാരണം ഈ വരുന്ന ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുക, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അവർക്ക് ലഞ്ച്, അവർക്ക് വേണ്ടി വന്ന ഡിന്നർ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം. അതും ആ മുൻസിലിൻ എന്നുള്ള പദത്തിൽ നിന്നുണ്ട്. അപ്പൊ എത്ര സിസ്റ്റമാറ്റിക് ആണ് യൂസുഫ് അലൈഹി സ്വലാം. നോക്കൂ, ഒരു ക്ഷാമകാലത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഒരു തൻ്റെ അടുക്കൽ വരുന്ന വിദേശികളായ ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ദാനം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ദാനം കൊടുക്കുമ്പോൾ ആ ദാനത്തിൽ പെർഫ്യൂം അടിക്കുമായിരുന്നു അവർ. പെർഫ്യൂം, സുഗന്ധം പൂശും. എന്തിനാ അത്? ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന വസ്തു, നമ്മളിപ്പോ പഴയ വസ്ത്രം എവിടെയെങ്കിലും എടുക്കേണ്ടെന്ന് കേട്ട് കഴിഞ്ഞാല് എന്താ ചെയ്യാ? പല ആളുകളും എന്താ ചെയ്യാ? ഒരിക്കലും നമുക്ക് വേണ്ടാത്ത, അല്ലെ, അങ്ങനത്തെ കൊണ്ട് കൊടുക്കുക. പിന്നെ ഒരു പൊതുവായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്, പക്ഷെ അങ്ങനെയല്ല ദാനം ചെയ്യേണ്ടെന്നുള്ളതാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന. അപ്പൊ അതും ഇതിന്റെ ഒരു പാർട്ടാണ്. യൂസുഫ് അലൈഹി സ്വലാം ഈ ആളുകൾക്ക് കൊടുക്കുന്നത് പലതും ദാനമായിട്ടാണ്. അവർ കൊടുക്കുന്ന വിലയേക്കാൾ വേണമെങ്കിൽ കൂട്ടി വെക്കാവുന്നതാണ്, പക്ഷെ കൃത്യമായി കൊടുക്കുന്നു. വന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുന്നു. ഫോറിനേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, മൈഗ്രൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതും ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു 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 റിമാർക്കബിൾ ജസ്റ്റർ യൂസുഫ് അലൈഹി സ്വലാം കൃത്യമായിട്ട്. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ നോക്കൂ, ഞാൻ എത്ര നന്നായിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പൊസിഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളോട് ഇതിനേക്കാളും മോശമായിട്ട് പെരുമാറാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്തും ചോദിച്ചു വാങ്ങാം. പക്ഷെ യു സീ ഹൗ ഫെയർ ഐ ആം, യു സീ ഹൗ ജസ്റ്റ് ഐ ആം, യു സീ ഹൗ ഐ ട്രീറ്റ് യു. ഇതൊക്കെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാം അവരോട് പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി എത്ര ഫെയർ ആയിരിക്കണം തൻ്റെ കീഴിലുള്ള ആളുകളോട്, തൻ്റെ രാജ്യത്തുള്ള ഭരണീയരോട്, സബ്ജക്റ്റിനോട്, കൂടാതെ പുറത്തുനിന്ന് വരുന്ന മനുഷ്യരോട്, മൈഗ്രൻസ് എന്ന് പറയുന്ന ആളുകളോട്, മൈഗ്രന്റ് വർക്കേഴ്സ്. ഇന്നത്തെ കാലത്ത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് മൈഗ്രൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെ. പല രാജ്യത്തും മൈഗ്രൻസിനോട് ഒരു പുച്ഛമാണ്, ഒരു വെറുപ്പാണ്. അവർക്ക് അവരുടെ കളർ പറ്റൂല, അവരുടെ ഭാഷ പറ്റൂല, അവരുടെ വേഷവിധാനം പറ്റൂല. എന്തിനു പറയണം, നമ്മുടെ നാടിന്റെ അകത്ത് തന്നെ ഉൻകോ കപ്പടവും സെ പത്താ ചലേഗ എന്നുള്ള പറയണം, അല്ലെ. അവരുടെ വസ്ത്രത്തിൽ നിന്ന് അവരെ തിരിച്ചറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയാ പറയണ. നിങ്ങളുടെ പൈസയൊക്കെ എടുത്ത് ജിൻകോ ജ്യാദാ ബച്ചാ ഹെ ഓ ഗുസ്പേട്ടിയോം ദേങ്കെ എന്നൊക്കെയല്ലേ പറയണം, അല്ലെ. ആ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ധാരാളം കുട്ടികളുള്ള ആളുകൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്ന സ്വന്തം രാജ്യത്തെ ആളുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഉള്ളിടത്താണ് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ ഏറ്റവും നന്നായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കണം. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ, ഫഇല്ലം തൂനി ബിഹി, നിങ്ങൾ അഥവാ ഇനി ആ ബ്രദറിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫലാ കൈലലക്കും ഇന്തി, അപ്പോ എന്താണ്, നിങ്ങൾക്ക് എന്തില്ല, എൻ്റെ അടുക്കൽ യാതൊരു അളവും ഒരു ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കില്ല. വലാ തഖ്റബൂൻ, നിങ്ങൾ യു നെവർ കം ക്ലോസ് ടു മീ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നിങ്ങളോട് ഡീൽ ചെയ്യുന്നത്, അല്ലെ. ഒരു ബിസിനസ് പോളിസി ഉണ്ട് എനിക്ക്. ആ ബിസിനസ് പോളിസി എന്താ, നിങ്ങൾ കൃത്യമായ കണക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അത്രയും ആള് ഇവിടെ വരണം, ആരോഗ്യമുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരണം, അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കും. പക്ഷേ അതിൽ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചാൽ, അതിനെ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ, then I won't deal with you. You don't have access to me. ഞാൻ നിങ്ങളെ കൊല്ലുന്നോ നിങ്ങളെ ജയിലിലടക്കുന്നോ എന്നൊന്നുമല്ല യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്. പിന്നെന്താ, വലാ തഖ്റബൂൻ, യു ഡോണ്ട് കം ക്ലോസ് ടു മീ, യു നെവർ ബിക്കം ക്ലോസ് ടു മീ, യു ഡോണ്ട് ഹാവ് ആക്സസ് ടു മീ, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ആക്സസ് ഉണ്ടാവില്ല. ഇതൊരു ബിസിനസ് പോളിസിയും കൂടിയാണ് കേട്ടോ ഇസ്ലാമിലെ. അതായത്
നമ്മൾ ഓഫൺ നമ്മൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരുമായിട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ടാവും അല്ലെ, കോൺട്രാക്റ്റുകൾ. ഈ കോൺട്രാക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ക്ലോസസ് ലംഘിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു പാഠം ഇതിലുണ്ട്. അങ്ങനത്തെ കോൺട്രാക്ട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അവർ മുസ്ലിമാണ്, വിശ്വാസിയാണ് എന്നൊക്കെ അർത്ഥത്തിൽ ഡീൽ ചെയ്യും. പക്ഷെ അവര് ആ കോൺട്രാക്റ്റിൽ വീഴ്ച വരുത്തിയാൽ പിന്നെ അവരുമായിട്ടുള്ള ഒരു ഡീലിംഗ് ഇല്ല. ഇത് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് പൈസ കൊടുത്തു. ഇപ്പൊ പല പല പ്രവാസികൾക്കും പറ്റുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. വിശ്വസിച്ച ആളുകളെ പൈസ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ തന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും കോൺട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൊടുക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ആ കോൺട്രാക്ട് ലംഘിക്കുന്നു. അതിൽ നിന്ന് നമുക്കൊരു പാഠം കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത്തരം ആളുകളെ പിന്നെ ആ കോൺട്രാക്ട് ഏൽപ്പിക്കാതിരിക്കുക. അവർ മനഃപൂർവ്വമാണ്, അപ്പൊ നമ്മൾ ബ്രദർ അല്ലേ, നമ്മൾ മുസ്ലിം അല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ, ഇതൊന്നും അതിനകത്ത് ബാധകമല്ല. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ബ്രദേഴ്സിനോടാണ് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ ഏറ്റവും നന്നായി നിങ്ങളോട് പെരുമാറുന്നു. ഐ എം ഡീലിംഗ് വിത്ത് യു ഇൻ എ വെരി ജസ്റ്റ് ആൻഡ് ഫെയർ മാനർ ആൻഡ് ഐ എം വെരി മച്ച് ഹോസ്പിറ്റബിൾ ടു യു. നിങ്ങളോട് വളരെ നല്ല ആതിഥ്യ മര്യാദ ഉള്ള ആളാണ്. പക്ഷേ നിങ്ങൾ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാൽ, ആ ബ്രദറിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഫലാ കൈലലക്കും ഇന്ദി, then there is no wait for you. You can't come close to me. ഫലാ തഖറബൂൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു നഹി ആയിട്ട് പറയാം, ഒരു ഫീല് നഹി. യു ഡോണ്ട് എവർ കം ടു മീ എന്ന് പറയാം, അല്ലെങ്കിൽ യു ആർ നോട്ട് കമ്മിങ് ടു മീ അറ്റ് ഓൾ. ദാറ്റ് ആക്സസ് ഇസ് ഡിനൈഡ്. എൻ്റെ അടുത്തുള്ള ആക്സസ് നിഷേധിച്ചിരിക്കുന്നു. മറ്റൊരു സംഗതി അതാണ്, നമുക്ക് ആളുകളെ വേണമെങ്കിൽ പിന്നെ അവരോട് വിരോധം വെച്ച് പുലർത്താം, അതിങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് നീറ്റി അല്ലെ, അങ്ങനെയും ആകാം. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല മാന്യമായ രീതി ക്ലോസ് ദ ഡോർ ഓൺ ദം. ഇൻ ദാറ്റ് കേസ് ആ വിഷയത്തിൽ അവിടെ നമ്മുടെ ഡോർ അവരുടെ മേലെ ക്ലോസ് ചെയ്തേക്കാം. പിന്നെ അവർക്ക് ആ അർത്ഥത്തിൽ നമ്മുടെ അടുത്തൊരു ആക്സനാണ്. പക്ഷെ അവരെ നമ്മൾ സ്റ്റിൽ അവരെ കാണുന്നു, അവരെ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യാം. പക്ഷേ ഇനി ഒരു ബിസിനസ്സുമായിട്ട് അവരെ സമീപിക്കരുത്, ഇനിയൊരു കോൺട്രാക്ട് അവർക്ക് കൊടുക്കരുത്. ദാറ്റ് ഈസ് വെരി ക്ലിയർ. മനസ്സിലാവുന്നുണ്ടോ ആ പോളിസി? അതാണ് യൂസുഫ് അലൈഹി സ്വലാം സ്വന്തം ബ്രദേഴ്സിനോട് പറഞ്ഞത്. ശരിക്കും ഇതിൻ്റെ അകത്തൊരു ഫ്ലിപ്പ് സൈഡ് കൂടി നോക്കൂ. യൂസുഫ് അലൈഹി സ്വലാമെ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് ഇത്രഹു അർലൻ അല്ലെ, ഒരു വലിയ ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അള്ളാഹു ആ സ്റ്റോറി ഫ്ലിപ്പ് ചെയ്തിട്ട് ആ ബ്രദേഴ്സ് ഇപ്പോ ആഗ്രഹിക്കുന്നത് എന്താ? യൂസുഫ് അലൈഹി സ്വലാമോട് ഏറ്റവും ക്ലോസ് ആയിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. സീ ഹൗ ദ സിറ്റുവേഷൻ ടേൺഡ് അറൗണ്ട് അല്ലെ. ഈ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു. അതിലും പാഠമുണ്ട് നമുക്ക്. ആരെയും അകറ്റി നിർത്താൻ ആഗ്രഹിക്കരുത്, എല്ലാവരെയും അടുപ്പിച്ച് നിർത്തുക. കാരണം എപ്പോഴാണ് നമുക്ക് ആരുടെയൊക്കെ സാമീപ്യം വേണ്ടി വരും, ആരുടെയൊക്കെ സഹായം വേണ്ടി വരും എന്ന് നമുക്കറിയില്ല. ഈ ബ്രദേഴ്സിന്റെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് ഈ യൂസുഫ് അലൈഹി സ്വലാമയുടെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇനി സനുറാവിദു അൻഹു അബാഹു, അത് ഞാൻ പറഞ്ഞു. അവരെങ്ങനെയാണ് ഈ റാവതയുടെ അർത്ഥം? ഹിയ റാവതത്തിന് അൻ നഫ്സി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അർത്ഥം പറഞ്ഞ എന്താ? ആ ഇമ്രഅത്തുൽ അസീസ്, അവരാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നതാണ്. പക്ഷെ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ബ്രദേഴ്സ് പറയുന്നത്, ബിനിയാമിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രദർ, ബിനിയാമിന്റെ പേര് ഖുറാൻ പറയുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ബ്രദർ, ആ ബ്രദറിനെ വാപ്പയിൽ നിന്ന് വിട്ടുകിട്ടാൻ ഞങ്ങൾ ശ്രമിക്കാമെന്നാണ്. അപ്പൊ റാവതയുടെ ശരിക്കുള്ള അർത്ഥം ടു ഗെറ്റ് സംതിങ് വാല്യുബിൾ ഗിവൻ ഇറ്റ് ടു യു, ടു ഗിവ് ഇറ്റ് യു. അതായത് ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനത്തെ, ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സംഗതിയെ നമ്മൾ ആവശ്യപ്പെടുക, അതാണ് ശരിക്കും റാവത എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇമ്രാത്തുൽ അസീസ് യൂസുഫ് അലൈഹി സ്വലാമയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സെൽഫ് അല്ലെ, അദ്ദേഹത്തിന്റെ ചൈസ്റ്റിറ്റി, അദ്ദേഹത്തിന്റെ പരിശുദ്ധത, ആ പവിത്രത, അതാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് വശീകരിക്കുക എന്നുള്ളതിന് ആ പദം പറഞ്ഞത്, റാവത. ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാം പോയി കഴിഞ്ഞപ്പോ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തത് ആ ബ്രദറാണ്. ആ ബ്രദറിനെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാം. അതാണ് സനുറാവിദു അൻഹു അബാഹു. ആ പുത്രനെ, ഞങ്ങളുടെ ആ ബ്രദറിനെ പിതാവിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാം? ശ്രമിക്കാം. വി വിൽ ഡു ദാറ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് എ വേ ടു ഗെറ്റ് അവർ ബ്രദർ ഫ്രം അവർ ഫാദർ. അതാണ് പറയുന്നത്. അവിടെ ഞങ്ങൾ പിതാവിന്റെ ഫീലിങ്സിനെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. കാരണം ഇവിടെ ദിസ് ഇസ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇവിടെ ഈ ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ജീവിതവും മരണവും തമ്മിലുള്ള പ്രശ്നം.
ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ലാസ്റ്റിലേക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ ഈ ബ്രദേഴ്സ് വന്നപ്പോ, അല്ലെ, അദ്ദേഹം ഫലമ്മ ജാ ഇഖ്വത്തു യൂസുഫ വജാ ഇഖ്വത്തു യൂസുഫ ഫദഖലു അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകർ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഈ ബ്രദേഴ്സ് വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും? അതാണ് ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് പാർട്ട്. അതായത് ഒരു ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാള് ഒരു ജീവിതത്തിൽ, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം, ജീവിതത്തിൽ അത്യധികം വലിയ ഒരു ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകള്, തന്നെ ഉപദ്രവിച്ച, തനിക്ക് ആ മെന്റൽ ട്രോമ തന്ന ആളുകളെ പിന്നീട് കാണുമ്പോൾ, വലുതായിട്ട്, ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത്രയും ട്രോമ തന്ന ആളുകളെ വലുതായിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിലെ ഇമോഷൻസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തായിരിക്കും, ഒരിക്കലും പ്രകടിപ്പിക്കാൻ പറ്റാത്തായിരിക്കും. ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിന്റെ കേസിൽ ആലോചിച്ച് നോക്കൂ, തന്റെ ഷർട്ട് പോലും നിഷേധിച്ച്, തന്റെ ഷർട്ട് പോലും തന്നിൽ നിന്ന് വലിച്ച് ഊരിയെടുത്തിട്ട് ഒരു കിണറ്റിലേക്ക് ഒരു നിഷ്കരുണം തള്ളിയിട്ട ആ ബ്രദേഴ്സ്, ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെ? ആ അടിമക്കച്ചവടത്തില്, അടിമച്ചന്തയിൽ വിറ്റത്, അവിടെ നിന്ന് അവർ ഉന്തിയും തള്ളിയും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയത്, പിന്നെ ആ കൊട്ടാരത്തിലെത്തിയത്, കൊട്ടാരത്തില് ഒരു വളരെ അത്യന്തം എന്താ പറയാ, വളരെ നിഷേധാത്മകമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജീവിച്ചത്, ഒരുപാട്, പിന്നീട് അതിനുശേഷം ജയിലിലൂടെ കടന്നുപോയത്, ജയിലിലെ പീഡനങ്ങള്, ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ട സന്ദർഭങ്ങള്. ഈ ട്രോമയ്ക്കൊക്കെ കാരണമായിട്ടുള്ള ആരാ? ആദ്യം അതിന്റെ തുടക്കത്തിൽ ഇതിന്റെ കാരണക്കാരാണ്? ഈ ബ്രദേഴ്സ് ആണ്. ഈ ബ്രദേഴ്സിനെ അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുപോയിട്ടുള്ള ഇമോഷൻസ്, അത് വാസ്തവത്തിൽ നോ വൺ ക്യാൻ എക്സ്പ്ലെയിൻ. ചില സ്റ്റോറീസ്, ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഇത്തരം ട്രോമ അനുഭവിച്ച ആളുകൾ അവർ ചില കത്തുകൾ എഴുതും പോലും, തനിക്ക് ട്രോമ തന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കത്തുകൾ എഴുതി, നോട്ട്സുകൾ എഴുതി വെക്കാറുണ്ട്. ഒരിക്കലും അവർ അത് അയക്കൂല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നെ അങ്ങനെ പീഡിപ്പിച്ചപ്പോ, എന്നെ അങ്ങനെ ഉപദ്രവിച്ചപ്പോ, അല്ലെങ്കിൽ എന്നെ ഇത്രയും ഒരു മെന്റൽ അഗണിയിലൂടെ കടത്തിവിട്ടപ്പോ, വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിൽ എന്താണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്? അതൊന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് എഴുതി വെച്ച്. ചിലരൊക്കെ സൂയിസൈഡൽ ആയിട്ടുണ്ട്, അത്തരം അവസ്ഥകളിലൂടെ കടന്നുപോയ ആളുകൾ. ഈ ആളുകളെ കണ്ടാൽ എന്താണ് അവർ ചെയ്യാന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം വാസ്തവത്തിൽ ഈ ബ്രദേഴ്സിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഇത്തരം ഒരുപാട് വികാരങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. ഇവരെന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പല ആലോചനകൾ വന്നിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്തും ചെയ്യാം, അല്ലെ? കാരണം ഹീ ഈസ് ഇൻ ദ മോസ്റ്റ് പവർഫുൾ പൊസിഷൻ. അത്രയും അധികാരമുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും, പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം ചെയ്തത് അവരോട് ഏറ്റവും നന്നായി പെരുമാറി എന്നുള്ളതാണ്. അതായത് അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, പക്ഷേ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. അവർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു, ആ തിരിച്ചറിഞ്ഞു എന്നത് പറയുന്നത് തന്നെ ഫഅറഫഹും, അദ്ദേഹം അവരെ വെറുതെ കണ്ടു എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി എന്നല്ല പറയുന്നത്, പക്ഷെ ഫഅറഫഹും, അദ്ദേഹം അവരെങ്ങനെയാണോ അവര് തന്നെ കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ ഏത് അവസ്ഥയിലാണോ ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താത്ത അവസ്ഥയിൽ തന്നെ അവരെ അദ്ദേഹം കണ്ടു എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ ആ അവസ്ഥയിൽ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? തിരിച്ച് ആ ബ്രദേഴ്സിന് ഏറ്റവും നല്ല ആതിഥ്യമരളി, അവർക്ക് കൃത്യമായി പിന്നെ ഭക്ഷണം കൊടുത്തു, അവരെ സ്വീകരിച്ചിരുത്തി, അവരുടെ, പിന്നെ ഈ ബ്രദറിനെ കൊണ്ടുവരണം, അത് ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ പറയാം. ഈ ബ്രദറിനെ കൊണ്ടുവരണം എന്ന് പറയാനുള്ള ഒരു കാരണം അതുതന്നെയാണ്. അതായത് അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് എന്നെ ഇവർ ട്രീറ്റ് ചെയ്തത്, ഇതേ അവസ്ഥ എന്റെ ബ്രദറിന് വീട്ടിലുണ്ടാകും. ഇനി ഒരു നിമിഷം എന്റെ ബ്രദറിനെ ആ വീട്ടിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ ബ്രദറിനെ ഇവിടെ എത്തിക്കണം, ആദ്യം ആ ബ്രദറിനെ എത്തിക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ചോദ്യം വരും, യൂസുഫ് അലൈഹി സ്വലാം ഇത്ര പവർഫുൾ പൊസിഷനിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൂടായിരുന്നോ? പ്രത്യേകിച്ച് വാപ്പാനെ ഉമ്മാനെ ഒക്കെ കൊണ്ടുവന്നൂടായിരുന്നോ എന്ന് ചോദ്യം വരും. പക്ഷേ അതിനുള്ള ഉത്തരം പ്രവാചകന്മാരുടെ മഹത്തായ ദൗത്യമാണ്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിക്ക് അന്നത്തെ കാലത്ത് ഈജിപ്തിൽ നിന്ന് കൻആൻ വരെ യാത്ര ചെയ്ത് ആ ഫാദറിനെ മദറിനെ ഒക്കെ അവിടെ നിന്ന് പോയി കൊണ്ടുവരണമെങ്കിൽ 4-5 മാസം, അല്ലെ, അത്രയും ടൈം. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്താ? മിസ്ർ മാത്രമല്ല, മൊത്തം ഈ ഫാമിൻ ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശത്തെ ആളുകളെയും
അവരുടെ ജീവൻ അദ്ദേഹത്തിന് വിലപ്പെട്ടതാണ്. അപ്പൊ ഹി പുട്ട് ഹിസ് ഇൻട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് മാറ്റി വെച്ചു, പുട്ട് അസൈഡ് ഹിസ് ഇൻട്രസ്റ്റ്, ആൻഡ് ദെൻ ഹി കെപ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി ഓർ ദ നേഷൻ ആൻഡ് ദ പീപ്പിൾ എബവ് എവറി അതർ ഇൻട്രസ്റ്റ്. മറ്റെല്ലാ താല്പര്യങ്ങൾക്കും മുകളിൽ തൻ്റെ രാജ്യത്തിന്റെ, തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിന്റെ താല്പര്യം അദ്ദേഹം മുന്നിൽ വെച്ചു എന്നുള്ളതാണ് മറ്റൊരു. അപ്പൊ ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ലെസൺ ഓഫ് എംപതി, പവർഫുൾ പ്രൊഫൗണ്ട് ലെസൺ ഓഫ് എംപതി. എങ്ങനെയാ നമ്മൾ ആളുകളോട് എംപതി കാണിക്കണം? ഇപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് വഹും ലഹു മുൻകിറൂൻ, അവര് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഇത് തന്നെ കിണറ്റിലിട്ടപ്പോൾ അള്ളാഹു യൂസുഫ് അലൈഹി ഇസ്ലാമയോട് പറഞ്ഞിട്ടുണ്ട്, ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ, ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കും. വഹും ലാ യശ്ഉറൂൻ, അവരറിയാത്ത ഒരവസ്ഥയിൽ. അതന്നെയാണ് ഇവിടെ വഹും ലഹു മുൻകിറൂൻ, അവർ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തെ എന്ന് പറയുന്നതിന്റെ മറ്റൊരു സംഗതി അതാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലെസനാണ്. ഒരു ട്രോമയിലൂടെ കടന്നുപോയ ഒരാള് പിന്നീട് തനിക്ക് ട്രോമ വരുത്തിയ ആളുകളെ കാണുമ്പോൾ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യും, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആണ്, ഒരു പരിവർത്തനത്തിന്റെ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാം തന്റെ ബ്രദറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം, ദഅവയിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ച് തന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആദ്യം രാജ്യത്തിന്റെ, ദേശത്തിന്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വ്യാപൃതനായത്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് തന്റെ ഫാമിലിയെ കണ്ടെത്താനായി. ആ ഫാമിലിയെ കണ്ടെത്തുന്നതിന്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ വിശദീകരിച്ച ഈ സംഗതികൾ. ഇത് കുറച്ചധികം വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ഇന്ന് മതിയാകും എന്ന് തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും അർജന്റായിട്ട് ചോദിക്കാണ്ടെങ്കിൽ അതുകൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? ഓക്കെ. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.